കൊലയാളികളാകുന്ന വിദ്യാർത്ഥി സമൂഹങ്ങൾ, കൊലക്കളമാകുന്ന വിദ്യാലയങ്ങൾ. വെൽക്കം ടു ടെക്കീസ് ബിസ്ക്കറ്റ്. ഈ വർഷം 45 ദിവസം പിന്നിടുമ്പോൾ കണ്ടത് അത്യധികം ഭയാനകമായ സംഭവങ്ങളാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് നടക്കാത്ത പല സംഭവങ്ങളാണ് നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അറിവിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്തൊരു ഘടകമാകുന്നുണ്ട്. 2 ദിവസം മുമ്പ് സിനിമയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞ് സിനിമയിൽ തന്നെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഞാനും എൻ്റെ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വയലൻസ് ഉള്ള ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടായിട്ടില്ല. അപ്പോൾ പുതിയതായി എന്താണ് വന്നത്? നമുക്ക് 2 കാര്യങ്ങൾ ഇതിൽ പറയാം. ഒന്ന്, ലഹരിയുടെ ഉപയോഗം. 2, സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം. ഇത് രണ്ടും ഒരു കാരണം തന്നെയാണ്. ഇതിൽ ആ കുട്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ സുഹൃത്തുക്കൾ, ശത്രുക്കൾ എന്ന് പറയുന്ന ആ വർഗം, ആ വിഭാഗത്തിൽപ്പെട്ട ക്രിമിനൽസ് അവരുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ ചാറ്റ് ചെയ്തിരുന്നു ആ കുട്ടിയെ കൊല്ലുമെന്ന്. വളരെ മോശമായൊരു സംഭവമാണത്. ബട്ട് ഇവർക്ക് എത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇവരുടെയൊക്കെ മാതാപിതാക്കൾ ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും സാമൂഹികമായും പിടിപാടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ ഊരിപ്പോരുക തന്നെ ചെയ്യും. പക്ഷേ തുടർന്നും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ആരാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? ആര് തന്നെ ഉത്തരവാദിത്വം പറഞ്ഞാലും ശരി തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും അരങ്ങേറുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വലിയ പ്രഹസനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, ഫുഡ് നമ്മൾ കഴിക്കാൻ കയറി കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ കടയിലെ പറ്റി ചില ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുക്കും. പരാതി കൊടുക്കുന്ന സമയത്ത് ഒരു 2 ദിവസത്തേക്ക് ഭീകരമായ വാർത്ത, ആ കടയ്ക്ക് ഇന്നതുപോലില്ല, പിന്നൊരു ഭയങ്കരമായൊരു അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ. അതുപോലെ ഒന്ന് ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇവിടെ ഉണ്ടായി. ഓപ്പറേഷൻ ഡി ഹണ്ട്. 13 കിലോ MDMAയും 150ഓളം കിലോ കഞ്ചാവും ഒക്കെ പിടിച്ചെടുത്തു. ഇത്രയും നാൾ ഉണർന്ന് പ്രവർത്തിക്കാതിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചു, ശരി ആയിക്കോട്ടെ. ഇനി രണ്ടാമതൊരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, ഇവർ പിടിക്കുന്നത് കാരിയേഴ്സായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ളവരെ മാത്രമാണ്. സിൻഡിക്കേറ്റിലോട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ കണ്ണിയിലോട്ടോ ഒക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയും. അപ്പോഴേക്കും കേരളം എന്നത് ഒരു ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരിയുടെ പൂർണ്ണമായിട്ടുള്ള പിടിയിൽ അമർന്നിരിക്കും. വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും ലഹരിയൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല. വിദ്യാലയത്തിൽ പോലും അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. അന്നേരം അഥവാ ചോദ്യം ചെയ്താൽ പോലും ചോദ്യം ചെയ്യുന്നവർ കുറ്റക്കാരാവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷവും പ്രജകളെ അത്യധികം സ്നേഹിക്കുന്ന, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു പ്രമുഖ നേതാവ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ വാക്കുകളൊന്നും ഉയർന്നിട്ടില്ലെന്നുള്ളതും നമുക്ക് എന്താ പറയുക, വിഷമമുണ്ടാക്കുന്നൊരു സംഭവമാണ്. പുള്ളി നാഴികക്ക് 40 വട്ടം പറയുന്നുണ്ട് എൻ്റെ പ്രജകൾ, എൻ്റെ പ്രജകൾ. ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല. പുള്ളിയുടെ ഭാഗത്തു നിന്നും ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പിണ്ണാക്കും പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല. അത് അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഈ വിഭാഗം ഓപ്പറേഷൻ ഡി ഹണ്ട് പൂർണ്ണമായിട്ടും കേരളത്തെ ലഹരിമുക്തമാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാവൂ. ഒരാഴ്ച കഴിഞ്ഞ് ഈ വാർത്തകളുടെയൊക്കെ ചൂടടങ്ങുമ്പോൾ അവർ വീണ്ടും ഒതുങ്ങിക്കൂടും. അടുത്ത വാർത്ത വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെക്കീസ് ബിസ്ക്കറ്റിന് എന്ന് പറയാനുള്ളത്. പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം.